ചോദ്യം ഇതാണ്, 32⁻18 ഇരട്ടി കണ്ടുപിടിക്കാനാ. എക്സ്പോണൻസ് എന്ന ചാപ്റ്ററിലെ ചോദ്യമാണ്. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. 32⁻18 ഇതിൻ്റെ ഇരട്ടി കാണാനാണ്. ഏതൊരു സംഖ്യയുടെയും ഇരട്ടി കാണാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് എൻ്റെ കുട്ടികൾക്കറിയാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഗുണനം നടക്കണമെങ്കിൽ ഈ 32നെ കൂടി 2ൻ്റെ ടൈംസിൽ കൊണ്ടുവരണം. നമുക്കറിയാം 32 എന്ന് പറയുന്നത് 2⁵5 അല്ലേ? 2 ഇങ്ങനെ ചെയ്യും. 2 ഗുണം 2 4, 4 ഗുണം 2 8, 8 ഗുണം 2 16, 16 ഗുണം 2 32. അപ്പം നമുക്ക് പറയാം 32 എന്ന് പറയുന്നത് 2⁵5 അറിയാവുന്ന കഥയാണ്. അപ്പോൾ ഇവിടെ 32ൻ്റെ സ്ഥാനത്ത് ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോട്ടെ. അപ്പോൾ ഇങ്ങനെ എഴുതാം, 32ൻ്റെ സ്ഥാനത്ത് 2⁵5 എന്നാക്കി മാറ്റി. അതിനൊരു പവറുണ്ട്, അത് മറക്കണ്ട. പവർ എത്രയാ? 18. ഇതിൻ്റെ ഇരട്ടിയാണ് കാണേണ്ടത്. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു പവറിൻ്റെ പുറത്ത് വേറൊരു പവർ a⁻m⁴n. എന്താ സംഭവിക്കുന്നേ? പുറത്തെ പവർ അകത്തോട്ട് ഗുണിച്ച് കയറും. a⁻mn എന്നാ വരുന്നേ. ഐഡൻറ്റിറ്റി ആയിട്ട് എഴുതണമെങ്കിൽ ഇങ്ങനെ പറയാം, a⁻m⁴n എന്ന് പറയുന്നത് a⁻mn. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുക? പുറത്തെ പവർ അകത്തോട്ട് ഗുണിച്ച് കയറും. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? 2⁻18 5ലേക്ക് ഗുണിച്ച് കയറിയ 18 ഗുണം 5 90 ഇൻറ്റു 2 എന്ന് വന്നു. ഓക്കെ ആണോ? ഇവിടെ 2ൻ്റെ പവർ 1 എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. ഇതിപ്പോൾ ഏത് ഫോമിലായി? ബേസ് സെയിമായ 2 സംഖ്യകളെ ഗുണിക്കാൻ പവറുകളെ തമ്മിൽ കൂട്ടി വെച്ചാൽ പോരെ. ഐഡൻറ്റിറ്റി എന്താ? a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്നത് a⁻m+n. അപ്പോൾ ഇവിടെ ആ പവറുകളെ തമ്മിലൊന്ന് കൂട്ടി വെച്ചാൽ മതി. 2�91 നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.